ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഒരു ദിവസം തുടങ്ങുകയാണ്. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. കുട്ടികൾ രണ്ടുപേര് സ്കൂളിൽ പോയിട്ട്, അച്ഛൻ വീച്ച സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ പുറത്തേക്ക് പോയിരിക്കുകയാണ്. പാടത്തൊക്കെ കൃഷിപ്പണിയൊക്കെ ആയിട്ട്. അമ്മ അവിടെ ഉണ്ട് കേട്ടോ, പുറത്തുണ്ട്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് രാവിലെ തന്നെ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അടുപ്പത്ത് മീൻകറിയാണ്. മീൻകറി അയിലമീനാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ മുളക് കറി വെച്ചിട്ടുണ്ട് അയിലമീൻ. പിന്നെ ഇതാ നമുക്ക് അച്ചാർ, സ്പെഷ്യൽ അച്ചാർ, പപ്പടം കാച്ചിയതാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം എന്ന് പറയാം. രാവിലെ പുട്ടും പഴമായിരുന്നു കേട്ടോ, വീട്ടിൽ തന്നെ പഴുത്ത പഴമായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ടാണ് പിള്ളേരൊക്കെ അവർ പറഞ്ഞത്. പിന്നെ ഈ അടുപ്പത്ത് ചോറാണ് കേട്ടോ, പുറത്താണ് ചോറ് വയ്ക്കാറുള്ളത്. കുക്കറിൽ അങ്ങനെ വെച്ചിട്ട് ശീലമില്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്താണ് വയ്ക്കാറുള്ളത്. അങ്ങനെ പുറത്ത് വന്ന് നോക്കുമ്പോൾ നമ്മുടെ താറാക്കുട്ടന്മാരൊക്കെ ഇങ്ങനെ രാവിലെ തന്നെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കമ്പനിയായിട്ട് ഒരു പൂച്ചക്കുട്ടനെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പൂച്ച ഇവരെ 4 പേരെ കൂടെ കണ്ടപ്പോൾ പൂച്ച ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ നോക്കുകയാണ് കേട്ടോ. ഞാൻ വന്ന് നോക്കുമ്പോൾ ഒരു 4 പേരും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അറ്റാക്ക് ചെയ്യുന്ന പൂച്ചയ്ക്ക് അറിയായിരിക്കാം, അതുകൊണ്ടായിരിക്കും പൂച്ച പോയിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മുടെ കല്യാണത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഹസ്ബൻഡിൻ്റെ പാപ്പൻ്റെ മോളുടെ കല്യാണമായിരുന്നു. അപ്പോൾ രാത്രി നൈറ്റ് പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഫാമിലിയിലുള്ള അച്ഛനും അമ്മയും അച്ഛനും പിള്ളേരും ചേച്ചി ജസ്റ്റ് ചെറിയ കുട്ടികളുടെ കളി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ 2 വീഡിയോ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി. പാട്ട് വെച്ചിട്ട് കുട്ടികൾ നമ്മൾക്ക് ഈ ഒരു പാട്ട് വേറെ കല്യാണം ഒക്കെ ഇതാണ് ഓഡിറ്റോറിയത്തിലാണ്. എല്ലാവർക്കും അങ്ങനെ വന്നിട്ട് ഇത് രാവിലെ ഇപ്പോൾ എടുത്ത വീഡിയോ തന്നെയാണ്. അപ്പോൾ അതേപോലെ നമ്മളുടെ വഴുതനൻ്റെ തൈയൊക്കെയാണ് ഇത് കേട്ടോ. വഴുതന തൈയും മുളക് ഉണ്ടായിട്ടുണ്ട്. ഒരു 2 മുളക് ഇതും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഈ താറാവുകൾ കൊത്തി നശിപ്പിക്കുകയാണ്. അങ്ങനെയാണ് മരം ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ വിറകൊക്കെ എടുത്ത് വെച്ചത് അവിടെയാണ് കേട്ടോ, ആ ഭാഗത്ത്. ഇത് പഴയ തൊഴുത്താണ്. ഈ തൊഴുത്ത് പൊളിച്ചിട്ടാണ് നമ്മൾ പുതിയ തൊഴുത്ത് പഞ്ചായത്തിൽ നിന്ന് പാസ്സായിട്ട് ഇവിടെ വെച്ചിട്ടുള്ളത്. അതിൽ 2 ഒരു പശുവും പശുക്കുട്ടിയും ഉണ്ട് കേട്ടോ. അവരിങ്ങനെ പുല്ല് നിന്നുകൊണ്ട് നിൽക്കണു. പിന്നെ ഇത് നമ്മൾ താറാക്കുട്ടന്മാർക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സിമെൻറ്റിൽ ഇട്ടിട്ടുള്ളതാണ്. അതിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. കാരണം അവർക്ക് വെള്ളം കുടിക്കുകയൊക്കെ വേണമെങ്കിൽ വന്ന് കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അതാ ഇടയ്ക്ക് ഓരോരുത്തർ വന്നിട്ട് ദാഹമൊക്കെ ശമിപ്പിക്കും കേട്ടോ. ഇതിൽ വെള്ളം വറ്റും. നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ട സമയത്ത് ദാഹം ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം, അതൊക്കെ തന്നെയാണ്.
അവർക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളത് കണ്ടറിഞ്ഞ് ചെയ്യുക. അങ്ങനെ അവർ ഹാപ്പിയാണ്. അങ്ങനെ ഞാൻ വന്നിട്ട് എല്ലാവരും പോയതിൻ്റെ ശേഷം, കുട്ടികൾ പോയതിൻ്റെ ശേഷം ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സായാലും വ്യൂവേഴ്സായാലും നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക, നല്ല കമൻറ്റുകളൊക്കെ ചെയ്യാം. എന്നാലും നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കിട്ടുള്ളൂ എനിക്ക്. നമുക്ക് കൂടുതൽ താല്പര്യം വരണമെങ്കിൽ നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആൾ വേണ്ടേ. അപ്പോൾ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്, നന്ദി പറയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നത്, ഒരു ചെറിയ മുരിങ്ങ ഇവിടെ അച്ഛനും അമ്മയും കൂടെ വെച്ചിട്ടുള്ളതാണ്. നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ മുരിങ്ങ തൈയാണ് കേട്ടോ. കായ് മുരിങ്ങ, ഇത് ചെറുതാകുമ്പോൾ തന്നെ കായ ഉണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതാ കണ്ടോ, ഇതിൽ ചെറിയ നല്ല നീളം വെച്ച് പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പോൾ ഇത് അതിലെ ഇലയും കാണുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഇതിൽ എത്രത്തോളം വീഡിയോയിൽ കാണുന്നുണ്ട് അറിയില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവരും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ പുതിയ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാണുക, അത്രയൊക്കെ തന്നെ. പിന്നെ ഇതാണ് നമ്മുടെ കൃഷി പാടം ഇവിടെ നോക്കിയാലേ കാണുള്ളൂ. പിന്നെ ഞാൻ അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ടില്ല.